അവരുടെ പ്രണയം സത്യസന്ധമാണ്, കലർപ്പില്ലാത്ത, കളങ്കമില്ലാത്ത ആത്മാർത്ഥ പ്രണയം. അതുകൊണ്ടാണ് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അവർ ഒന്നിച്ചത്. ഇനിയുള്ള കാലം സന്തോഷത്തോടെ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ. ഇത്രയും തന്നോട് ചേർത്ത് പിടിച്ച് അഭിമന്ത്രിക്കുമ്പോൾ അവളുടെ മനസ്സിലും അത് തന്നെയായിരുന്നു. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷത്തോടെ ഒന്നിച്ച് ഒരുപാട് കാലം ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ. രാവിലെ അഭി പറഞ്ഞതനുസരിച്ച് സാരി എടുത്ത് റെഡിയായി നിന്നതാണ് ചിത്ര. എവിടേക്കാണെന്നോ എന്തിനാണ് പോകുന്നതെന്നോ പറഞ്ഞില്ല. അവൾ അവനോട് അത് ചോദിച്ചതുമില്ല. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം പരമശിവന്റെ അമ്പലത്തിന് മുൻപിൽ അവൻ്റെ കാറ് വന്ന് നിന്നതും ചിത്രയുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ദൈവങ്ങളും വിശ്വാസങ്ങളും എല്ലാം കെട്ടുകഥകളാണെന്നും സ്വയം ഒരു നിരീശ്വരവാദിയാണെന്നുമുള്ള അവൻ്റെ പെരുമാറ്റം കൊണ്ട് തന്നെയായിരുന്നു അത്. ഇറങ്ങ്. സീറ്റ് ബെൽറ്റ് ഊരി പുറത്തേക്കിറങ്ങി അവ ഡോറ് തുറന്ന് ചിത്രയുടെ കൈ പിടിച്ച് അവളെ പുറത്തേക്കിറക്കി. അവളെയും ചേർത്ത് പിടിച്ച് കൽപ്പടവുകൾ ഓരോന്നായി കയറുമ്പോൾ അവൻ്റെ ശ്രദ്ധ മുഴുവൻ നിന്ന് കിതക്കുന്നവളിലായിരുന്നു. പെട്ടെന്ന് ചിത്രയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് അതിവേഗത്തിൽ മുൻപോട്ടുള്ള പടികൾ ഓരോന്നായി അഭി ഓടിക്കയറുമ്പോൾ ചുറ്റും നിന്നവരുടെ എല്ലാം ശ്രദ്ധ അവരിൽ തന്നെയായിരുന്നു. കൂടി നിന്നവരിൽ പെൺകുട്ടികൾ അധികവും അഭി ആരാധനയോടെയും ചിത്രയെ അസൂയയോടെയും നോക്കി നിന്നപ്പോൾ പലരും തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഭർത്താവിനെ നോക്കി കണ്ണുരുട്ടിയാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത്. ഈ സമയമെല്ലാം തങ്ങളെ ചുറ്റുമുള്ളവർ വീക്ഷിക്കുന്നതിൻ്റെ ചളിപ്പോടെ അവൻ്റെ മാറിലേക്ക് മുഖമർത്തി കിടക്കുകയായിരുന്നു ചിത്ര. എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പടവുകൾ കയറി മുകളിലെത്തിയ അഭി വളരെ ശ്രദ്ധിച്ച് ചിത്രയെ താഴെ നിർത്തി. അവളുടെ കൈ പിടിച്ച് ശിവന്റെ നടയിലേക്ക് നടക്കുമ്പോൾ അവളും അവനോട് ചേർന്ന് നിന്നു. എന്നാൽ തൊട്ടു മുൻപിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ചിത്രയുടെ കണ്ണുകൾ വിടർന്നു വന്നു. ഒരു വരൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഇന്ദ്രനും അദ്ദേഹത്തിനടുത്ത് വധുവിൻ്റെ വേഷത്തിൽ നിൽക്കുന്ന സുന്ദരിയായ സ്ത്രീ ആരെന്ന് കണ്ടുപിടിക്കാൻ ചിത്രയ്ക്ക് അധിക നേരം ചിന്തിക്കേണ്ടി വന്നില്ല. അവർക്കടുത്ത് തന്നെ കിഷോറും സനയുമുണ്ട്. എന്നാൽ ചിത്രയുടെ കണ്ണുകൾ കൂടുതൽ അത്ഭുതം നിറഞ്ഞത് അവർക്ക് രണ്ടുപേർക്കും അടുത്ത് നിൽക്കുന്ന ആളെ കണ്ടാണ്. രവിവർമ്മ. അദ്ദേഹം വന്ന് ആദ്യമായി ചിത്രയെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു. കുട്ടികൾ വന്ന സ്ഥിതിക്ക് ഇനിയും വൈകേണ്ട, ചടങ്ങ് തുടങ്ങാം. അഭിയെയും ചിത്രയെയും നോക്കി ആവേശത്തോടെ രവിവർമ്മ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അവർക്കടുത്ത് നിൽക്കുന്ന അഭിയിലേക്ക് ചെന്നു നിന്നു. എന്നാൽ അയാളെ ഒന്ന് തല ഉയർത്തി പോലും അഭി നോക്കിയില്ല. അതുവരെ പ്രകാശിച്ചു നിന്ന രവിവർമ്മയുടെ മുഖം അതോടെ മങ്ങിപ്പോയി. അത് ചിത്ര കാണുകയും ചെയ്തു. സന്തോഷത്തോടെ രവിവർമ്മ തന്നെ ഇന്ദ്രൻ്റെ കയ്യിലേക്ക് താലി എടുത്തു കൊടുത്തു. നിറഞ്ഞ കണ്ണുകളോടെ ഇന്ദ്രൻ ആ താലി ശിവാനിയുടെ കഴുത്തിൽ ചാർത്തുമ്പോൾ അവരുടെ മനസ്സും നിറഞ്ഞ താലി സ്വീകരിച്ചു. പക്ഷേ അപ്പോഴും തീരാത്ത നോവായി ആ കുഞ്ഞവരുടെ മനസ്സിലുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ പോലും രണ്ടുപേരുടെയും കണ്ണ് നിറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ തന്നെ രവിവർമ്മ ശിവാനിയുടെ കൈ പിടിച്ച് ഇന്ദ്രൻ്റെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു കൊടുത്തു. ഞാൻ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളോട് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മകൾ അവൾക്കിഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുത്തപ്പോൾ തകർന്നു പോയി എനിക്ക് മകനും അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് അംഗീകരിക്കാനും സഹിക്കാനും കഴിഞ്ഞില്ല. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയും എടുത്തുചാട്ടവും ആരോടൊക്കെയുള്ള ദേഷ്യവും വൈരാഗ്യവുമാണ് എന്നെക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചത്. പക്ഷേ അപ്പോഴൊന്നും നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കാനും നിങ്ങളുടെ വേദന കാണാനും എനിക്ക് കഴിഞ്ഞില്ല. മക്കളോടുള്ള അളവറ്റ സ്നേഹവും സ്വാർത്ഥതയും എന്നെ അന്ധനാക്കി. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതമാണ് തകർത്തത് എന്ന് ഞാൻ അറിഞ്ഞില്ല. അല്ല, അറിയാൻ ശ്രമിച്ചില്ല. എൻ്റെ തെറ്റാണ്. നിങ്ങളുടെ ഇടയിലേക്കൊരു കുഞ്ഞു വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാനിത് ചെയ്യില്ലായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് രവിവർമ്മ നോക്കിയത് അഭിയെയാണ്. എന്നാൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് മട്ടിൽ നിൽക്കുവാണവൻ. തൻ്റെ ചുവന്ന് കലങ്ങിയ കണ്ണുകൾ തുടക്കാൻ പോലും നിൽക്കാതെ രവിവർമ്മ അഭിയുടെ അടുത്തേക്ക് പോയി അവൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. നീയും എന്നോട് പൊറുക്കണം. ഞാൻ നിന്നോടും എൻ്റെ മോളോടും ചെയ്ത് വളരെ തെറ്റാണ്. നീ എന്നോട് ക്ഷമിക്കണം. അത് പറഞ്ഞ് തൻ്റെ മുൻപിൽ കൈകോപ്പി നിൽക്കുന്ന രവിവർമ്മയുടെ കൈ പിടിച്ച് താഴ്ത്തുമ്പോൾ അഭിയുടെ മുഖം ശാന്തമായിരുന്നു. അവൻ ആ കൈകളിൽ കയറി പിടിച്ച് അടുത്ത നിമിഷം തന്നെ അവിശ്വസനീയതയോടെ രവിവർമ്മയുടെ കണ്ണുകൾ അഭിയിലേക്ക് പോയി. എനിക്കാരോടും ദേഷ്യമില്ല പറയുന്നതിൻ്റെ കൂടെ അവൻ അയാളിൽ നിന്ന് കൈയെടുത്ത് മാറ്റി. അപ്പോഴും രവിവർമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നു. അച്ഛൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയതിനു ശേഷം എല്ലാവരും ഒന്നിച്ച് ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് പോയി. കിഷോറും രവിവർമ്മയും അഭിയും ഇന്ദ്രനും ഹാളിലിരിക്കുമ്പോൾ ചിത്രയും ശിവാനിയും സനയും അടുക്കളയിലായിരുന്നു. കാറ്ററിംഗുകാർ കൊണ്ടുവന്ന സദ്യ പാത്രത്തിലേക്കാക്കി അവർ അത് ടേബിളിലേക്ക് എടുത്തു വെച്ചു.
എല്ലാവരും ഒന്നിച്ചെടുത്ത് കഴിച്ചു. താൻ കഴിക്കുന്നതിനിടയിലും ചിത്രയ്ക്ക് വേണ്ടത് കണ്ടറിഞ്ഞ് പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കുന്ന അഭിയെ ഒന്ന് നോക്കിയതിനു ശേഷം സനതാനിക്കടുത്തിരുന്ന് ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന കിഷോറിനെ ഒന്ന് നോക്കി. പിന്നെ ദേഷ്യത്തിൽ അവൻ്റെ കയ്യിൽ ഒന്ന് തട്ടി. തൻ്റെ കോൺസെൻട്രേഷൻ കളഞ്ഞ സനയെ കിഷോർ ഒന്ന് ചിറഞ്ഞു നോക്കി. അവൾ പരിഭവത്തോടെ അഭിയെയും ചിത്രയും നോക്കി കണ്ണ് കാണിച്ചതും അവൻ അവളെ ഇരുത്തിയൊന്ന് നോക്കി. ചിത്ര പ്രഗ്നൻ്റാ, അതുപോലെ നീയും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഞാനും ഇതുപോലെ നിനക്ക് വിളമ്പിത്തരും, മാത്രമല്ല വാരിത്തരും. അത് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവനെ അവൾ ദേഷ്യത്തിൽ ഒന്ന് നോക്കി. അന്നത്തെ ദിവസം അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞിരുന്നു. ദിവസങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി. ചിത്രയ്ക്കിപ്പോൾ 6-ാം മാസമാണ്. അഭി പരമാവധി അവളുടെ കൂടെ തന്നെയാണ്. അത്യാവശ്യം മാത്രമെങ്കിൽ ഓഫീസിൽ പോകും. അവൻ്റെ ലോകം മുഴുവൻ ഇപ്പോൾ ചിത്രയും കുഞ്ഞുമാണ്. രാത്രിയായാൽ ചിത്രയുടെ കാല് മസാജ് ചെയ്തും ഛർദ്ദിച്ചു തളർന്നവർക്ക് ജ്യൂസ് അടിച്ചു കൊടുത്തും അവൻ സമയം നീക്കി. എവിടെ പോയാലും ചിത്രയുടെ ഓരോ നീക്കവും അവൻ ശ്രദ്ധിക്കും. അവളുടെ ഓരോ കാര്യങ്ങളും അത്രയേറെ ശ്രദ്ധയോടെ ഇഷ്ടത്തോടെ ക്ഷമയോടെ ചെയ്യുന്നവനെ എല്ലാവരും കൊതിയോടെയും അസൂയയോടെയും നോക്കി നിന്നു. ഇതുവരെ ആർക്കും കൊടുക്കാത്ത സ്നേഹം മുഴുവൻ അഭി അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു. അമേരിക്കയിലുള്ള ഒരു മലയാളി ബിസിനസ്സുകാരനുമായുള്ള ശ്രീദേവിയുടെ പ്രണയം അവൾ വീട്ടിൽ തുറന്നു പറഞ്ഞു. അതോടെ ആ കാര്യം തീരുമാനത്തിലായി. അത് രവിവർമ്മയ്ക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അതിന് കാരണം അഭിക്ക് ആക്സിഡൻ്റ് ആയ ടൈമിൽ രവിവർമ്മ അവളുടെ പ്രണയത്തിൻ്റെ ആത്മാർത്ഥത ഒന്ന് പരീക്ഷിച്ചിരുന്നു. ആക്സിഡൻറ്റിൽ അഭിയുടെ അരക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ടു എന്നും ജീവിതകാലം മുഴുവൻ ഇനി അവൻ വീൽ ചെയറിലായിരിക്കുമെന്നും അതറിഞ്ഞ ഉടനെ ചിത്ര അവനെ ഉപേക്ഷിച്ചു എന്നും ഉടനെ അവരുടെ വിവാഹം നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം തൻ്റെ മനസ്സിൽ അഭി ഒരു സഹോദരൻ്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ ശ്രീദേവിയുടെ മുഖം അയാളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അന്ന് ആ രാത്രി വരെ എന്തു വന്നാലും ശ്രീ അഭിയെ ഉപേക്ഷിക്കില്ല എന്നൊരു വിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു. അതിന് കാരണം അഭിയെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയെത്തിയപ്പോൾ സ്വന്തം ജീവൻ കളയാൻ ശ്രമിച്ച ശ്രീയുടെ മുഖമായിരുന്നു ആ മനസ്സിൽ. എന്നാൽ എല്ലാം വെറുതെയായി. വളരെ മനോഹരമായി ശ്രീദേവി തൻ്റെ മുൻപിൽ അഭിനയിച്ചു എന്ന് അയാൾ വേദനയോടെ മനസ്സിലാക്കി. ഇന്ന് ചിത്രയ്ക്ക് ചെക്കപ്പുള്ള ദിവസമാണ്. രാവിലെ അഭി തന്നെ ചിത്രയെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. പതിവ് പോലെ ഡോക്ടർക്ക് മുൻപിലിരിക്കുമ്പോൾ അഭിയുടെ മുഖം ടെൻഷൻ നിറഞ്ഞു നിന്നു. അവസാനം ചിത്രയുടെ ചെക്കപ്പും സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞ് അവളും കുഞ്ഞും ഓക്കെയാണെന്നറിഞ്ഞപ്പോഴാണ് അഭിക്ക് ആശ്വാസമായത്. ചിത്രയെ കൊണ്ട് തിരികെ വീട്ടിലെത്തിയതിനു ശേഷം അവൾക്ക് കുടിക്കാനുള്ള ഫ്രഷ് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് പകർത്തുമ്പോഴാണ് തൻ്റെ പോക്കറ്റിൽ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ അഭി കയ്യിലെടുക്കുന്നത്. കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തതും തൊട്ടടുത്ത നിമിഷം മറുപുറത്ത് നിന്ന് കേട്ട വാർത്തയിൽ അവനൊന്ന് സ്റ്റെക്കായി നിന്നു. ഒന്ന് വരാമോ പ്ലീസ്? അങ്ങേയറ്റം ദയനീയമായ ശബ്ദത്തോടെ സങ്കടം കടിച്ചമർത്തി ചന്ദ്രു ചോദിച്ചതും തൻ്റെ കണ്ണുകൾ രണ്ടും മുറുകെ അടച്ചിരുന്നു അവൻ. ഗൗരവത്തിൽ മൂടുന്നതിൻ്റെ കൂടെ തൻ്റെ കയ്യിലുള്ള ഫോൺ കട്ട് ചെയ്ത് അവൻ പോക്കറ്റിലേക്ക് വെച്ചു. പിന്നെ കയ്യിലുള്ള ജ്യൂസുമായി നേരെ ചിത്രയുടെ അടുത്തേക്ക് പോയി. സോഫയിലിരുന്ന് മാഗസിൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രയുടെ അടുത്ത് പോയി കയ്യിലുള്ള ജ്യൂസ് അവൻ ടേബിളിൽ വെച്ചു. പിന്നെ ശ്വാസമൊന്നെടുത്ത് അവൾക്കടുത്തിരുന്നു. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ചിത്ര കാണുന്നത് ഗൗരവത്തിൽ നിൽക്കുന്ന അവൻ്റെ മുഖമാണ്. കുറച്ചു മുൻപൊരു ചെറിയ ചിരിയോട് കൂടി അടുക്കളയിലേക്ക് പോയവൻ്റെ മുഖത്തെ ഈ ഭാവമാറ്റം കണ്ടുപിടിക്കാൻ അവൾക്ക് സെക്കൻഡുകൾ പോലും വേണ്ടി വന്നില്ല. എന്തു പറ്റി? കരുതലോടെ ചോദിക്കുന്നതിൻ്റെ കൂടി അവൻ്റെ വലത്തെ കൈ അവളുടെ ഇടത്തെ കൈ കൊണ്ട് അമർന്നിരുന്നു. ചന്ദ്രുവിൻ്റെ അമ്മ ഐസുവിലാണ്. മരിക്കുന്നതിന് മുൻപ് അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. പറയുന്നതിൻ്റെ കൂടി അവൻ്റെ ശ്രദ്ധ അവളിലേക്ക് പോയി. ഞാൻ പോയിട്ട് വരാം. ഒരു ചെറുചിരിയോടെ ചിത്ര അവനെ യാത്ര അയക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവനെയും ചന്ദ്രുവുമായിരുന്നു. ഈ സമയത്തെ അവരുടെ അവസ്ഥ അവൾക്ക് വല്ലാത്ത വേദന തോന്നി. ഈ ഒരു നിമിഷം അവൻ്റെ കൂടെ പോയാലോ എന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എന്നാൽ അഭിയുടെ തുറിച്ച നോട്ടത്തിന് മുൻപിൽ അവൾ നിശബ്ദയായി. അവളുടെ ആരോഗ്യസ്ഥിതി തന്നെയായിരുന്നു അതിനുള്ള പ്രധാന കാരണം. പിന്നെ അവർ ഡിസ്ചാർജ് ആയതിനു ശേഷം കാണാലോ. അഭി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വാച്ചിലേക്കൊന്ന് നോക്കി. സമയം 6 കഴിഞ്ഞു. അവൻ വേഗം ഫോൺ എടുത്തു. ഇന്ദ്രനെ വിളിച്ചു. രണ്ടുപേരൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ചിത്രയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. ഇന്ദ്രൻ ഫോൺ വെച്ചപ്പോഴാണ് അവൻ കാറിനകത്തേക്ക് കയറിയത്. ഹോസ്പിറ്റലിനെ മുൻപിൽ കാർ നിർത്തുമ്പോൾ അവനകത്തേക്ക് കയറി. ഐസുവിന് മുൻപിലേക്ക് നടക്കുമ്പോൾ അവിടെ ചെയറിൽ തളർന്നിരിക്കുന്ന ശിവാനിയിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചന്ദ്രുവിനടുത്തേക്ക് കിഷോറുമുണ്ട്.
നടന്നു വരുന്ന അബിയെ കണ്ടപ്പോൾ ഇരിക്കുന്ന ചെയറിൽ നിന്ന് ചന്ദ്രു എണീറ്റു. അവന് പുറകെ ആവണിയും. ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുന്ന വസുന്ധരയെ അബി ഒന്ന് നോക്കി. അവൻ്റെ മനസ്സിൽ പഴയ പല കാര്യങ്ങളും കടന്നു വന്നു. പലപ്പോഴും ചന്ദ്രുവിനെ ചേർത്ത് പിടിക്കുന്ന വസുന്ധരയെ കൊതിയോടെ നോക്കി നിൽക്കുന്ന അബി, അവനെ അവഗണിക്കുന്ന വസുന്ധര. അവനൊന്ന് കണ്ണുകൾ അടച്ചു, പിന്നെ ശ്വാസമെടുത്തു. തനിക്ക് തൊട്ടു മുന്നിലായി ആരുടെയോ സാമീപ്യമറിഞ്ഞവർ കണ്ണുകൾ പതിയെ തുറന്നു. മുൻപിൽ നിൽക്കുന്ന അബിയെ കാണി ആ കണ്ണുകൾ നിറഞ്ഞു. വേദനയോടെ അങ്ങേയറ്റം ദയനീയത നിറച്ചുകൊണ്ട് അവരുടെ കണ്ണുകൾ അബിക്ക് നേരെ ചെന്നു നിന്നു. ഒരു നിമിഷം അവരുടെ നിറഞ്ഞ കണ്ണുകളിൽ തന്നെയായിരുന്നു അവൻ്റെയും ശ്രദ്ധ. ആ കണ്ണുകൾ തന്നോട് മാപ്പപേക്ഷിക്കുന്നത് പോലെ, തന്നോട് യാചിക്കുന്നത് പോലെ അവന് തോന്നി. പതിയെ അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുമ്പോൾ അതിനനുസരിച്ച് വിടർന്നു വരുന്ന ആ കണ്ണുകളിലേക്കായിരുന്നു അവൻ്റെ ശ്രദ്ധ മുഴുവൻ. തൊട്ടടുത്ത നിമിഷം വസുന്ധരയുടെ അടുത്ത് ചെന്നെത്തി അബിയുടെ കൈകളിൽ അവരുടെ ക്ഷീണിച്ച് അവശയായി വിളർത്തിയ കൈ പതിഞ്ഞിരുന്നു. അബിയുടെ കണ്ണുകൾ ആ ശോഷിച്ച കൈകളിലേക്ക് പോയി. മാപ്പ് എല്ലാത്തിനും. പതിഞ്ഞ ശബ്ദത്തിൽ വസുന്ധര അബിയോട് പറയുമ്പോൾ അവരുടെ വാക്കുകൾ ഇടറാതിരിക്കാൻ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും യാതൊരു ഭാവഭേദവുമില്ലാതെ അവരെ തന്നെ നോക്കി നിന്നു അവൻ. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. തൻ്റെ അവശത മറന്ന് അവർ തന്നോട് സംസാരിക്കാൻ തുടങ്ങി. മോൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഒരിക്കലും തിരുത്താൻ കഴിയാത്ത തെറ്റ്. ദുർഗയോട് ചെയ്യുന്നത് തെറ്റാണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിന് കാരണം ശേഖരേട്ടനെ അത്രത്തോളം അന്ധമായി ഞാൻ സ്നേഹിച്ചിരുന്നു. ദുർഗയ്ക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുക്കാനുള്ള മനസ്സെനിക്കുണ്ടായിരുന്നില്ല. അത് എൻ്റെ സ്വാർത്ഥത തന്നെയായിരുന്നു. കുഞ്ഞുനാൾ മുതൽ എൻ്റേതാണ് എന്ന് പറഞ്ഞു വെച്ച ആൾ പെട്ടെന്ന് ഒരു ദിവസം എൻ്റേതല്ലാതാകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹമില്ലാത്തൊരു ജീവിതം അതിനെനിക്ക് കഴിയില്ലായിരുന്നു. അദ്ദേഹത്തോടുള്ള എൻ്റെ പ്രണയം വല്ലാത്തൊരു തരം ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ദുർഗയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ ശാഠ്യം പിടിച്ച് നേടിയെടുത്തത്. പക്ഷേ എല്ലാം വെറുതെയായിരുന്നു. ഒന്നിച്ച് ജീവിച്ച വർഷത്തോളം ഒരു ഭാര്യ എന്ന പരിഗണന പോലും എനിക്ക് തരാതെ എന്നെ അകറ്റി നിർത്തി. അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം കൊടുത്തു എങ്കിലും എന്നോടുള്ള മനോഭാവത്തിൽ മാറ്റം വന്നില്ല. അദ്ദേഹം എന്നെ വെറുത്ത് ജീവിക്കുമ്പോൾ എന്നോടുള്ള വെറുപ്പ് കൊണ്ട് മാത്രം ജീവിച്ച ആ മനുഷ്യനെ വെറുക്കാനോ ശപിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പ്രണയം ഭ്രാന്തവും സ്വാർത്ഥതയും ആയതുകൊണ്ടായിരിക്കാം ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലെന്നും സ്വീകരിക്കില്ലെന്നും മനസ്സിലാക്കിയിട്ടും അദ്ദേഹത്തോടൊപ്പം എനിക്കൊരു ജീവിതം ലഭിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും വിട്ടുകൊടുക്കാനോ അദ്ദേഹത്തെ സ്വതന്ത്രയാക്കാനോ എനിക്ക് കഴിയാതെ പോയത്. പറയുന്നതിൻ്റെ കൂടെ നിറഞ്ഞൊഴുകുന്ന സുഭദ്രയുടെ കണ്ണുകളിൽ മാത്രമായിരുന്നു അബിയുടെ ശ്രദ്ധ മുഴുവൻ. അവരുടെ ഓരോ വാക്കുകളും അവൻ കേട്ടുനിന്നു. എന്നാൽ അവനോട് മനസ്സ് തുറക്കുകയായിരുന്നു അവർ. കഴിഞ്ഞുപോയ കാലങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോ ഹൃദയത്തിലോ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എന്നൊരു പേരല്ലാതെ എവിടെയും എനിക്കൊരു സ്ഥാനം ലഭിച്ചിരുന്നില്ല. ശേഖരേട്ടൻ്റെ മനസ്സിലെന്നും ഭാര്യയുടെ സ്ഥാനത്ത് അത് ദുർഗയായിരുന്നു. ദുർഗ മാത്രം. അവിടെ മറ്റാർക്കും പ്രവേശനമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിച്ചെനിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദുർഗയുടെ സ്ഥാനം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ.